ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചിരിക്കുന്നതും കർത്താവിൻ്റെ അനുഗ്രഹം എന്ന സമ്മാനം കൊണ്ടാണ്. പക്ഷേ യൂട്യൂബിലൊക്കെ ഓരോ പ്രാർത്ഥനകളും നല്ല നല്ല പാട്ടുകളുമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിക്കാറുണ്ട്. ഒരിടത്തും വളരെ കുറവായിട്ട് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ കമൻറ്റുകളിൽ കാണാനുള്ളൂ. എല്ലായിടത്തും യാചനകൾ മാത്രമാണുള്ളത്. എൻ്റെ രോഗം മാറ്റണം, കടബാധ്യത മാറ്റണം, എൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കണം, ഭർത്താവിനെ കാത്തു സൂക്ഷിക്കണം, ഇങ്ങനെ നീളുന്ന ഒരു വലിയ നിര എവിടെയും നമുക്ക് കാണാൻ പറ്റും. ധ്യാന കേന്ദ്രങ്ങളിൽ ആളുകൾ പോകുന്നത് പോലും കർത്താവിനെ സ്തുതിക്കാനും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും എന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ യാചിച്ചു വാങ്ങാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണോ ദൈവം? നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ കഴിവില്ലേ? ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഈശോയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ കഴിയുന്നിടത്തോളം സമയം മനസ്സിൽ ഈശോയെ ഓർക്കുന്നിടത്തോളം സമയം എൻ്റെ ഈശോയെ നിനക്ക് നന്ദി, നിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതം എന്ന് നമുക്കൊന്ന് ഏറ്റുപറയാം. എൻ്റെ ഈശോയെ നിനക്ക് നന്ദി, നിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതം. നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, നീ അനുവദിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. എന്നാൽ അത് ഇന്ന് മതിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് തന്നെ നിന്നിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. മടങ്ങി വരവിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഈ ജീവിതം. എന്നിട്ടും എന്തെല്ലാം കാര്യങ്ങളായി ഈശോയെ ചോദിച്ചു വാങ്ങുന്നത്. വീട്, വണ്ടി, ജോലി, പണം, ഇതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഥ, നിന്റെ വഴിയിലൂടെ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നടക്കാനുള്ള കൃപ അവിടുന്ന് എൻ്റെ ജീവിതത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.